ഹായ് ഓൾ. ഇന്ന് നമ്മൾ SSLC ബയോളജി ഒന്നാമത്തെ ചാപ്റ്റർ ജീവൻ്റെ ജനിതകം അതിലെ വിലയിരുത്താം എന്ന ഭാഗത്തെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ആദ്യത്തെ ചോദ്യം നോക്കി നോക്കാം. DNA RNAയുടെയും അടിസ്ഥാന നിർമ്മാണ യൂണിറ്റുകൾ സമാനമാണോ വിശദീകരിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, DNA RNA ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ്. പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. DNA നോക്കുകയാണെങ്കിൽ പഞ്ചസാര ഡിയോക്സി റൈബോസും RNAത്തെ പഞ്ചസാര എന്താണ്? റൈബോസ് പഞ്ചസാരയാണ്. പിന്നെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DNAത്തെ നൈട്രജൻ ബേസ് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ആണ്. എന്നാൽ RNAയിലോ അഡിനിൻ യുറാസിൽ ഗ്വാനിൻ സൈറ്റോസിൻ അല്ലേ. RNAയിൽ തൈമിന് പകരം ആര് വന്നു? യുറാസിൽ വന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ ആൻസർ എഴുതാൻ നോക്കാം. DNA RNA എന്നിവയുടെ അടിസ്ഥാന നിർമ്മാണ യൂണിറ്റുകൾ അതായത് ന്യൂക്ലിയോടൈഡ് സമാനമാണ്. എന്നാൽ അവയുടെ ഘടനയിലും പ്രവർത്തനത്തിലും വ്യത്യാസങ്ങളുണ്ട്. DNA ന്യൂക്ലിയോടൈഡിൽ ഡിയോക്സി റൈബോസ് പഞ്ചസാര തന്മാത്രയും അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗ്വാനിൻ എന്നിവയിൽ ഏതെങ്കിലും നൈട്രജൻ ബേസുകളോ ആണ് ഉണ്ടാവുക. എന്നാൽ RNA ന്യൂക്ലിയോടൈഡിൽ റൈബോസ് എന്ന പഞ്ചസാര തന്മാത്രയും അഡിനിൻ യുറാസിൽ സൈറ്റോസിൻ ഗ്വാനിൻ എന്നിവയിൽ ഏതെങ്കിലും നൈട്രജൻ ബേസുകളോ ആണ് ഉണ്ടാവുക. രണ്ടാമത്തെ ചോദ്യം നോക്കി നോക്കുക. പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഇവിടെ 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അല്ലേ. ആ 3 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് അതിൽ കോഡോമിനൻസ് ആണോ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണോ ഡൊമിനൻസ് ആണോ വരിക എന്ന് നോക്കണം. ഇപ്പോൾ ആദ്യത്തെ നോക്കി നോക്കുക. Fന് ഇരു മാതാപിതാക്കളോടും സാമ്യം, അതായത് 2 പേരോടും സാമ്യമാണ്. 2 പേരോട് സാമ്യം എന്ന് പറയുമ്പോൾ ഏതാ വരിക? 2 സ്വഭാവം കാണിക്കുക അല്ലേ. അത് കോഡൊമിനൻസ് ആണ്. നമ്മൾ പശുവിൽ അതിന് കന്നുകാലികളിലൊക്കെ കാണപ്പെടുന്ന റോൺ കോഡ് പാറ്റേൺ പഠിച്ചല്ലോ. അപ്പോൾ ആദ്യത്തെ ആൻസർ എന്താ വരിക? കോഡൊമിനൻസ് ആണ് വരിക. ഇനി രണ്ടാമത് നോക്കി നോക്കുക. Fന് മാതാപിതാക്കളിൽ ഒരാളുമായും സാമ്യമില്ല, ഇരുവർക്കും ഇടയിലുള്ള സ്വഭാവം. അപ്പോൾ 2നും പകരമായിട്ട് ഇടയിലുള്ളൊരു സ്വഭാവം കയറി വന്നു. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 4 മണിപ്പൂവിൻ്റെ കാര്യം ഓർമ്മയില്ലേ? ചുമപ്പും വെള്ളയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ കളർ ഏതാണ്? രണ്ടും അല്ല, ഇടയിലുള്ള പിങ്ക് കളർ വന്നു. സെയിം സാധനം തന്നെ വരിക. അത് ഏതാ വരിക? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. അടുത്തത് Fന് മാതാപിതാക്കളിൽ ഒരാളുമായി സാമ്യം. നമുക്ക് ഡൗട്ടേ ഇല്ല, ഇത് ഏതാ വരിക? ഡൊമിനൻസ്. അങ്ങനെയെങ്കിൽ ഏത് ഓപ്ഷനായിരിക്കും കറക്റ്റായിട്ട് വരിക? ശരിയാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈംഗിക പ്രത്യുൽപാദനം നടത്തുന്ന ജീവികൾ അവരുടെ സന്താനങ്ങൾക്ക് കൈമാറുന്നത് എല്ലാ ജീനുകളും, അവരുടെ ജീനുകളുടെ പകുതി, അവരുടെ ജീനുകളുടെ 1/4, ജീനുകളുടെ എണ്ണം ഇരട്ടിയാക്കി. ഇതിന് ആൻസർ എന്താ വരിക? അവരുടെ ജീനുകളുടെ പകുതിയാണ് കൈമാറുക. ക്ലാസ്സുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് തുടർന്നുള്ള അപ്ഡേറ്റ്സ് അറിയുള്ളൂ.